സദേൺ റെയിൽവേ പാലക്കാട് ഡിവിഷൻ DRM, അതുപോലെ തന്നെ റെയിൽവേയുടെ മറ്റ് ഉദ്യോഗസ്ഥർ, റെയിൽവേ പോലീസ് ഫോഴ്സ്, പ്രിയപ്പെട്ട റെയിൽവേ യാത്രയുമായി ബന്ധപ്പെട്ട് എന്നീ പ്ലാറ്റ്ഫോമിലും തൊട്ടടുത്ത പ്ലാറ്റ്ഫോമിലും മറ്റുമെല്ലാം ഈ വളരെ വിശിഷ്ടമായ ഒരു ദിനത്തിൽ ഇപ്പൊ നടപ്പിലുള്ള ഒരു സംവിധാനത്തിന്റെ ആകർഷണം ഏറ്റിക്കൊണ്ട് ഒരു നവസംവിധാനം എന്ന ആ സംവിധാനത്തിന്റെ തുടർച്ചയിൽ തന്നെ ജനങ്ങളുടെ അത്യാവശ്യകതയെ, യാത്രക്കാരുടെ ആ യാത്രക്കാരെന്ന് പറയുമ്പോൾ വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യുന്ന അവരെപ്പോഴും സന്തോഷത്തോടെ സമയബന്ധിതമായി, അതല്ലാതെ ഒരു കാലഘട്ടം നമുക്ക് ദീർഘകാലമുണ്ടായിരുന്നു, അതിൽ നിന്ന് മാറ്റങ്ങളൊക്കെ സംഭവിച്ച് റെയിൽവേ നടത്തിപ്പിന്റെ സംവിധാനങ്ങളിൽ ഒരുപാട് നൂതനമായ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ തന്നെ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള രീതികൾ അവലംബിക്കുന്ന ഒരു നവനൂതന കാലത്തിൽ 14 ബോഗികളുമായിട്ട്, കമ്പാർട്ട്മെന്റുകളുമായിട്ട് 2017 ആരംഭിച്ച് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന, എന്നാൽ തുടക്കത്തിൽ ഇത് പുനലൂർ വരെയും പാലക്കാട് അപ്പോഴും ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ തെങ്കാശി, അത് കഴിഞ്ഞ് ചെങ്കോട്ട, അവിടെ നിന്ന് തിരുനെൽവേലി വരെ റെയിൽവേയുടെ പ്രിയപ്പെട്ട യാത്രക്കാർക്ക് വേണ്ടി ഒരുക്കം എന്ന് പറയുന്നത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്ന ഒരു കാലത്തിൽ നിന്ന് വളരെ പ്രാധാന്യമുള്ള തൂത്തുക്കുടി സ്റ്റേഷനിലേക്ക് പാലരുവി എക്സ്പ്രസ് ഇന്നു മുതൽ ഓടിയെത്തി തുടങ്ങുന്ന സുദിനം, ഭാരതത്തിൻ്റെ 78 വർഷത്തെ മഹാത്മജിയുടെ അധ്വാനത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ കൂടെ ഇത് നേടിത്തരുന്നതിനുള്ള, സ്വാതന്ത്ര്യം നേടിത്തരുന്നതിനുള്ള ജീവത്യാഗം നടത്തിയ, മറ്റ് പല രീതിയിലുള്ള ജീവൻ ത്യാഗം ചെയ്ത, ബലി എന്ന് പറയുന്ന ഒരൊറ്റ ഉദ്ദേശത്തോടെ അഹിംസയെ വാരിപ്പുണർന്നുകൊണ്ട് ലോകത്തെ അമ്പരപ്പിച്ച ആദ്യത്തെ സമാധാന യുദ്ധം, അതിൻ്റെ പരിസമാപ്തിയായ സ്വാതന്ത്ര്യം എന്ന അമൃതം നമ്മൾ നുകർന്ന് 28ാം വർഷം എത്തുന്ന ദിവസം നമുക്കിങ്ങനെ ഒരു പൊതു സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു. ഒരുപക്ഷെ പാലക്കാട്ട് നിന്ന് വരുന്നവർക്ക്, ചെന്നൈയിൽ നിന്ന് വരുന്നവർക്ക് പാലക്കാട് വഴി പോകേണ്ട അവസ്ഥയുണ്ടെങ്കിൽ തൂത്തുക്കുടി വരെ, ഒരുപക്ഷെ ചെന്നൈ പാലക്കാടെന്ന് പറയുന്ന ഒരു ദൂരത്തിൽ പോലും ഒരുപക്ഷെ വന്ന് ചേരാൻ സാധ്യതയില്ലാത്ത തൂത്തുക്കുടിയിലേക്ക്, ഇനി അത് നാഗർകോവിലും കന്യാകുമാരിയും എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകുമ്പോൾ ഈ ശൃംഖലയുടെ ബലപ്പെടുത്തൽ ഊന്നി ഓരോ വർഷം കഴിയും തോറും ട്രാക്കുകളുടെ ഒരു പരിമിതി കൂടി കണക്കിലെടുത്തുകൊണ്ട് ഈ രണ്ട് സംസ്ഥാനങ്ങളും, തമിഴ്നാട്ടിൽ നമുക്ക് ഒരുപാട് സ്ഥലം ചിലപ്പോൾ കണ്ടെത്തി വിലയ്ക്ക് വാങ്ങി തരാനാവും, പക്ഷെ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ അവസ്ഥ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ റെയിൽവേ സംവിധാനത്തിൽ കേരളത്തിന് ഒരുപക്ഷെ എവിടെയെങ്കിലുമൊക്കെ കുറവുകളോ നിഷേധങ്ങളോ സംഭവിക്കുന്നുണ്ടെങ്കിൽ, ആവശ്യത്തിനനുസരിച്ച് സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു തരാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടെങ്കിൽ സ്ഥലം ലഭ്യമാകുന്നില്ല എന്നത് മാത്രമാണ് ഇതിന് ഉത്തരമെന്നത് രാഷ്ട്രീയ ലാഞ്ചനകളൊന്നുമില്ലാതെ, രാഷ്ട്രീയ ദുരുദ്ദേശങ്ങളൊന്നുമില്ലാതെ ട്രെയിനിൻ്റെ പൂർണ്ണമായ ഉപയോഗം, അവരുടെ ഒരു
സ്വന്തം പേഴ്സൺ ഓരോ വിഭാഗത്തിൽപ്പെടുന്നവർക്കും, സാമ്പത്തിക വിഭാഗത്തിൽപ്പെടുന്നവർക്കും അവരുടെ മണി പേഴ്സിൻ്റെ ശക്തി ചോർത്താത്ത തരത്തിലുള്ള അവരുടെ ഉപജീവനത്തിനുള്ള യാത്ര എന്ന് പറയുന്ന ഘടകത്തിന് എന്നും പിന്താങ്ങി നിന്നിട്ടുള്ള ഒരു സംവിധാനമാണ് ഇന്ത്യൻ റെയിൽവേസ്. ആ ഇന്ത്യൻ റെയിൽവേ അതിൻ്റെ പോഷകങ്ങളായ യാത്രക്കാരുടെ സൗകര്യം കണക്കിലെടുത്ത് കണക്ടിവിറ്റി, ബന്ധപ്പെടുത്തൽ, പ്രദേശങ്ങളുടെ ബന്ധപ്പെടുത്തൽ എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ, ബുദ്ധിപരമായ രീതിയിൽ, യുക്തിപരമായ രീതിയിൽ വികസിപ്പിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പാലരുവി എക്സ്പ്രസ് അതിൻ്റെ തുടക്കത്തിൽ പാലക്കാട് നിന്ന് തുടങ്ങി പുനലൂരിൽ തന്നെ അവസാനിപ്പിക്കുന്നതിൽ നിന്ന് ഇന്ന് തൂത്തുക്കുടി വരെ എത്തുന്നത്. ഇതിനിയും വളർന്നുകൊണ്ടേയിരിക്കണം. ഒരുപക്ഷെ ഇതിനൊരു കണക്ടിവിറ്റി ഇതെവിടെ നിന്നാണോ തിരിഞ്ഞ് തിരുനെൽവേലിയിലേക്ക് പോകുന്നത് അവിടെ നിന്ന് തന്നെ ഒരു ജംഗ്ഷന്റെ സ്വഭാവമുള്ള, എനിക്ക് തോന്നുന്നു സാത്തൂരായിരിക്കും അല്ലേ? സാത്തൂരാണോ വിരുദനഗറാണോ? ഓക്കെ. അപ്പോൾ അവിടെ നിന്ന് മധുരയ്ക്കും ഒരുപക്ഷെ ഒരു കണക്ഷൻ ട്രെയിൻ എടുത്ത് പോകാനുള്ള സൗകര്യം ഈ പാലരുവി എക്സ്പ്രസ് നേരത്തെ തന്നെ അതിൻ്റെ തുടക്കകാലത്തിൽ, പക്ഷേ വലിയ പരിമിതിയായി പറഞ്ഞിരുന്നത്, ഇപ്പോഴും നമ്മൾ ആ ട്രെയിനിൽ നോക്കിയാൽ അറിയാം അതിൽ നിറയെ യാത്രക്കാരാണ്. അപ്പോൾ അത് തികയുന്നില്ല എന്ന് പറയുന്ന ഒരു സൂചന, അതിൽ സ്ഥല പരിമിതി വളരെ ശക്തമായി അത് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇവിടെ നിന്ന് ഉരുണ്ട് നീങ്ങിയിട്ടുള്ളത്. ഒരുപാട് പേരുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിലേക്കാണ് അത് ഉരുണ്ട് തുടങ്ങിയിരിക്കുന്നത്. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഓർക്കുന്നു 2017 ഇത് വന്ന സമയത്ത് ഏതാണ്ട് 5 സ്റ്റേഷനുകളിൽ സമരങ്ങളുണ്ടായിരുന്നു. സ്റ്റോപ്പ് വേണമെന്നും പറഞ്ഞു. ഏറ്റുമാനൂരും കടുത്തുരുത്തി അതിനടുത്തുള്ള ആ സ്ഥലത്തുമൊക്കെ സ്റ്റോപ്പ് വേണമെന്ന് പറഞ്ഞ് വലിയ സമരങ്ങളുണ്ടായ സമയത്ത് അന്ന് രാജ്യസഭയിലുണ്ടായിരുന്ന ഞാൻ ഏതാണ്ട് 3 സ്ഥലങ്ങളിൽ സ്റ്റോപ്പ് വാങ്ങിക്കൊടുത്തത് സമരം ചെയ്തവർക്ക് ഇത്തിരി അലോസരമുണ്ടാക്കി എന്നുള്ളത് വളരെ രസകരമായ ഒരു രാഷ്ട്രീയ ചർച്ചയായിരുന്നു അന്ന്. അതാണ് എനിക്കും പാലരുവിക്കുമായിട്ടുള്ള ഒരു ബന്ധം. അന്ന് പ്രധാനമായിട്ടും കേരള കോൺഗ്രസിൻ്റെ എൻ്റെ സ്നേഹിതൻ കൂടിയായ അന്നത്തെ രാജ്യസഭാ MP അദ്ദേഹത്തിൻ്റെ അണികളുമൊക്കെ ചോദിച്ചു, തിരുവനന്തപുരത്തുകാരൻ സുരേഷ് ഗോപിക്ക് എന്താണ് പാലരുവി എക്സ്പ്രസ് തൊടാത്ത ഒരു പ്രദേശമാണ് തിരുവനന്തപുരവും കൊല്ലവും, എന്ത് കാര്യമാണ് കോട്ടയത്തും കടുത്തുരുത്തിയിലും അതുപോലെ തന്നെ ഏറ്റുമാനൂരും എന്ന് ചോദിച്ച ഒരു ചോദ്യം എൻ്റെ പഴയ ഫോണിൽ ഇപ്പോഴും കാണും. അതിന് എൻ്റെ ഡേറ്റ ഒക്കെ റിക്കവർ ചെയ്ത് എടുത്ത് നോക്കണം. അത് വലിയൊരു വാർത്തയായിരുന്നു അന്ന്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷും ഇതിനുവേണ്ടി സമരം ചെയ്ത ഒരു സ്റ്റേഷനും ഉണ്ടെന്ന് ആ ചരിത്രത്തിൽ. ഇന്നെനിക്ക് തോന്നുന്നു സ്റ്റോപ്പുകളുടെ എണ്ണം അധികം വർദ്ധിച്ചിട്ടില്ലെങ്കിൽ പോലും എന്നെ അന്ന് ആ വിഷയം അറിയിച്ച എൻ്റെ സുഹൃത്തെന്ന് പറഞ്ഞുകൂടാ, അനുജനെ പോലെ എന്നെ അനുഗമിക്കുന്ന ശ്രീ ബിജു പുളിക്കക്കണ്ട, അദ്ദേഹം ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എനിക്ക് ഇന്നലെ ഒരു മെസ്സേജ് അയച്ചു. അവിടെ സംസാരിക്കുമെങ്കിൽ ഓർക്കേണ്ട കാര്യം അതിലിപ്പോൾ ഉള്ള ബോഗികളുടെ എണ്ണം. അദ്ദേഹത്തിൻ്റെ മകള് തിരുച്ചിറപ്പള്ളിയിലെ മെഡിക്കൽ കോളേജിലാക്കുന്നതിന് വേണ്ടി മിക്കവാറും എല്ലാ ആഴ്ചയും ഒരു ഞായറാഴ്ച പോകേണ്ടി വരും മകളുടെ കൂടെ. ഇങ്ങോട്ട് വരുമ്പോൾ ഫ്രണ്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാവും. രാത്രി യാത്രയായതുകൊണ്ട് നേരെ ചെന്നിറങ്ങി പിന്നെ തിരുച്ചിറപ്പള്ളിക്കുള്ള കണക്ഷൻ ട്രെയിൻ എടുത്ത് പോകേണ്ട ഒരു അവസ്ഥയുള്ളത് കൊണ്ട് അവിടെ വരെ കൂടെ പോകും. അദ്ദേഹം പറഞ്ഞത് 14 ബോഗി എന്ന് പറയുന്നത് ഒരു കുറവാണെന്ന് പറഞ്ഞു. പക്ഷെ ഞാനിപ്പോൾ അറിയുന്നു 2 ആഴ്ചയ്ക്ക് മുമ്പ് 18 ബോഗിയായി മാറിയിരിക്കുന്നു. സ്ലീപ്പറുകളുടെ എണ്ണം അതിനെ സംബന്ധിച്ചും ഞാനിത് ഈ പാലരുവിയുടെ പുതിയ രൂപമാറ്റം പച്ചക്കൊടി കാട്ടി ഇവിടെ നിന്ന് നീക്കി ഉരുട്ടി വിട്ടു എന്ന് പറയുന്ന റെയിൽവേ മന്ത്രിയല്ല, ടൂറിസം മന്ത്രിയാണ്. ഈ ഒരു ഓട്ടം കൊണ്ട് എൻ്റെ ടൂറിസം വകുപ്പിനും വലിയ ഗുണങ്ങളുണ്ട് എന്ന് പറയുന്ന ബന്ധം മാത്രമാണ് എനിക്കുള്ളത്. ഒരു റെയിൽവേ മന്ത്രി എന്ന നിലയ്ക്ക് എനിക്കൊരു വാഗ്ദാനങ്ങളും നൽകാനൊക്കത്തില്ല.
പക്ഷെ ഇവിടെ നിന്ന് ഉദ്ഘാടകനായി പ്രസംഗിക്കുമ്പോഴും ഞാൻ ഈ ട്രെയിനിനെ കൊണ്ടുള്ള റെയിൽവേ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതായ വിഷയങ്ങൾ ഇതേ ഉദ്ഘാടന പ്രാസംഗികന്റെ വായിൽ നിന്ന് അല്ലെങ്കിൽ മനസ്സിൽ നിന്ന് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ജനപ്രതിനിധിയുടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ സൂചിപ്പിക്കുന്നു എന്ന് മാത്രമേ കണക്കാവൂ. അങ്ങനെ കണക്കാക്കാവൂ. പക്ഷേ ആദ്യമുണ്ടായിരുന്ന 2 സ്ലീപ്പറിൽ നിന്ന് ഇന്ന് ഏതാണ്ട് 5 സ്ലീപ്പറുകളായെങ്കിലും എനിക്ക് തോന്നുന്നത് അതൊരു പോരായ്മയാണ്. കാരണം തൂത്തുക്കുടി വരെ നീങ്ങുമ്പോൾ രാത്രി യാത്രയുടെ ദൈർഘ്യം വർദ്ധിക്കുകയാണ്. അപ്പൊ സ്ലീപ്പർ സർവീസ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ അതിലേക്ക് ചേർത്തിരിക്കുന്നു. ഇതിന്റെ സമയ ദൈർഘ്യം കൂടിയതോടുകൂടി നമ്മൾ തന്നെയാണ് സൂചന നൽകുന്നത് കടന്നു പോകാനുള്ള സൗകര്യം കൂടി ഞങ്ങൾ തരേണ്ടി വരുമെന്ന്. അപ്പൊ ഇതൊരു ആവശ്യമായിട്ടല്ല, ഇതൊരു കണ്ടെത്തലായിട്ട് വകുപ്പ് മന്ത്രിയെ ഞാൻ അറിയിക്കുന്നുണ്ട്. കാരണം ഈ 22-ാം തീയതി ഉച്ചയ്ക്ക് 2 മണി മുതൽ ഏതാണ്ട് 6-7 എപ്പോൾ അവസാനിക്കുമോ അതുവരെ ശ്രീ അശ്വിനി വൈഷ്ണവ്, റെയിൽവേയുടെ ബഹുമാനീയനായ മന്ത്രിയും ഞാനും ചേർന്നുള്ള കേരളത്തിലെ പുതുതായി പുതുക്കിപ്പണിയപ്പെടുന്ന സ്റ്റേഷനുകളുടെ ഡിസ്കഷനും പ്രത്യേകിച്ച് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ മാതൃകയായി അതിൻ്റെ ഒരു ഫ്ലോർ പ്ലാനും അതിൻ്റെ ഒരു വേർട്ടിക്കൽ പ്ലാനും തയ്യാറായി വന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയും അവർ തയ്യാറാക്കിയിട്ടുണ്ട്. ആ പ്ലാനും എല്ലാം തൃശ്ശൂരിന് ഇനി ഒരു 50 വർഷത്തേക്ക് ഇതിനപ്പുറം ഒരു സൗകര്യം വേണ്ട എന്ന നിലയ്ക്കൊരു പുതിയ സമുച്ചയം വരുന്നുണ്ടെങ്കിൽ ആ പൂർണ്ണത കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചയും ഇപ്പോൾ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള സംവിധാനത്തിൽ പ്ലാനിലുണ്ടെങ്കിൽ അത് തൃപ്തികരമാണെങ്കിൽ അങ്ങനെ, അതല്ല ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന പുതിയ എന്തെങ്കിലും മോഡ്യൂൾസ് അതിനകത്ത് ചേർക്കാനുണ്ടെങ്കിൽ ഇതെല്ലാം ചേർക്കുന്നതിനുള്ള അവസരമായിട്ടാണ് ആ മീറ്റിംഗ് വരുന്നത്. അതുപോലെ തന്നെ നിലമ്പൂർ നഞ്ചങ്കോട് ലൈൻ അതിൻ്റെ സർവേ നടത്താനുള്ള പണം 2022 എൻ്റെ രാജ്യസഭയിലുള്ള അദ്ദേഹവുമായിട്ടുള്ള ഒരു സമ്പർക്കത്തിൽ സൂചിപ്പിച്ചത് അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും അത് ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ചർച്ചയുമുണ്ട്. ഇത് അല്ലാതെ തന്നെ മറ്റൊരു ലൈൻ ആവശ്യപ്പെട്ടിരുന്നത് ഗുരുവായൂരിൽ നിന്ന് കുറ്റിപ്പുറം വരെ ഒരു എക്സ്റ്റൻഷൻ, പൊന്നാനിയെയും കൂടി തഴുകിക്കൊണ്ട് കുറ്റിപ്പുറം വരെ. പക്ഷെ അതൊന്ന് രൂപമാറ്റം വരുത്തി ഞാൻ ആ മീറ്റിങ്ങിൽ ആവശ്യപ്പെടാൻ പോകുന്നത് ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് ഗുരുവായൂർ പൊന്നാനി വഴി തിരൂരിൽ ചെന്ന് ചേരുന്ന ആലപ്പുഴ ലൈൻ വന്നതുപോലെയുള്ള ഒരു ലൈൻ വരണമെന്ന ആഗ്രഹം അറിയിച്ചു. അതിൻ്റെ ഉദ്യോഗസ്ഥരും കൂടി ഈ ചർച്ചയിലുള്ളത് കൊണ്ട് അവിടെയും ഇത് ചർച്ച ചെയ്യപ്പെടും. ഗരീബ് രഥിൻ്റെ എനിക്ക് തോന്നുന്നു 21 കഴിഞ്ഞ് നിർത്തലാക്കപ്പെടുകയാണ്. അത് പുതുക്കി പണിയപ്പെടുന്ന ഒരു 1-2 സ്റ്റേഷൻ്റെ അതിൻ്റെ ലഭ്യതയില്ലായ്മയുടെ പശ്ചാത്തലത്തിലാണത്. പക്ഷെ അത് ഈ ഓണക്കാലത്ത് അത് നിർത്താൻ പാടില്ല എന്ന് പറയുന്ന വലിയ ആവശ്യം വന്നിട്ടുണ്ട്. വളരെ വലിയ ആവശ്യമാണ്, അത് ന്യായമായ അവകാശമാണ്. അപ്പോൾ അത് പുനഃസ്ഥാപിക്കപ്പെടണമെന്ന് ഞാൻ DRMനോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് സദേൺ റെയിൽവേയുടെ ജനറൽ മാനേജറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ശ്രീ RM സിംഗിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അവരതിൽ പുനർചിന്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു തീരുമാനം വരും. 21-ന് ശേഷവും അത് മലയാളി ബംഗളൂരു എന്ന് പറയുന്ന 3 ഘടകങ്ങളെടുത്ത് അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അത് നമുക്ക് ലഭ്യമാകട്ടെ. അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയും ഈ അറിഞ്ഞു വന്നത് എനിക്ക് ഒരു ഉദ്ഘാടകനായതുകൊണ്ടും ഇപ്പോൾ റെയിൽവേ മന്ത്രിയുടെ വക്താവായതുകൊണ്ടും എനിക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം ഈ സംവിധാനമെല്ലാം നിങ്ങളുടെ പണത്തിൽ നിന്നുണ്ടാക്കിയതാണ്. ഈ സംവിധാനമെല്ലാം പുതുക്കി നൂതന രീതിയിലേക്ക് മാറ്റപ്പെടുന്നതും നിങ്ങളുടെ പണം കൊണ്ട് തന്നെയാണ്. നിങ്ങളുടെ ആ സമ്പാദിച്ച് നൽകിയ പണത്തിൻ്റെ അംശം ഇനിയും വലുതാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ വരുമാനങ്ങളെല്ലാം തന്നെ നന്നാവുന്നതിന് ഒരുപാട് വാണിജ്യ വ്യവസായ മുന്നേറ്റത്തിനും വേണ്ടിയുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതും അത് നിങ്ങൾക്ക് ഹിതമായ രീതിയിൽ റെയിൽവേ വളരേണ്ടതും അത് വളർത്തിയെടുക്കേണ്ടതും ഇന്ത്യൻ റെയിൽവേയുടെ ഉത്തരവാദിത്വമാണ്. അതിൽ നിന്ന് പിന്നോട്ട് പോകാത്ത തരത്തിൽ, ചെറിയ വീഴ്ചകൾ പോലും സംഭവിക്കാത്ത തരത്തിൽ, വകുപ്പിൻ്റെതല്ലെങ്കിലും ഞാനൊരു പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട
ഭാരതീയ ജനതാ പാർട്ടിയുടെ ആദ്യത്തെ MP എന്ന നിലയ്ക്കും വലിയ ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഞാൻ എൻ്റെ പ്രചരണങ്ങളിൽ പറഞ്ഞിരുന്ന ഒരു തൃശ്ശൂർ MP ആയിട്ട് ഞാൻ ഒതുങ്ങില്ല, കേരളത്തിന് വേണ്ടി മുഴുവൻ തമിഴ്നാടിന് വേണ്ടിയും പണിയെടുക്കുന്ന MP ആയിരിക്കുമെന്ന് പറഞ്ഞിടത്തുനിന്ന് അങ്ങനെ MP ആയിട്ടിരിക്കേണ്ട മന്ത്രിയായി ഇരുന്നാൽ മതിയെന്ന് എൻ്റെ നേതാക്കൾ പറഞ്ഞപ്പോൾ ചുമട് വല്ലാണ്ട് ഭാരിച്ചതായി, വളരെ വലുതായി. എങ്കിലും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് അതാത് റെയിൽവേ ലൈൻ ഓടുന്ന എല്ലാ ജില്ലകളെയും ഒരുപക്ഷെ അതാത് പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷന്മാർ വഴി വളരെ കണ്ണിയായ ആവശ്യങ്ങൾ, വളരെ ന്യായമായ ആവശ്യങ്ങൾ, നടത്തിത്തരാൻ സാധ്യതയും സൗകര്യവുമുള്ള ആവശ്യങ്ങൾ മറവിയോ അല്ലെങ്കിൽ അറിവില്ലായ്മയോ കൊണ്ട് ലഭ്യമല്ലെങ്കിൽ അത് ലഭ്യമാക്കിയെടുക്കാനുള്ള നീക്കം റെയിൽവേ യൂസേഴ്സ് ഫോറം വഴിയോ ഓരോ ജില്ലയുടെയും പ്രസിഡന്റുമാർ വഴി എൻ്റെ ഓഫീസിൽ എത്തിച്ചാൽ അത് റെയിൽവേയുടെ കൺസേൺഡ് ആയിട്ടുള്ള ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ അത് അറിയിച്ച് ത്വരിതപ്പെടുത്തി അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമം ഉണ്ടാക്കുന്നതിനുള്ള ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ടെന്ന് ഞാൻ എല്ലാവരെയും അറിയിച്ചുകൊണ്ട് പാലർവിയുടെ ഈ എക്സ്റ്റെൻഡഡ് വേർഷൻ ഇവിടെ തുറന്നു വെച്ചതായി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. സിനിമയിൽ പോലും ഞാൻ ഈ പണി ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ്. എന്തോ ഒരു വലിയ എല്ലാം ഈ ഒരു തൃശ്ശൂർക്കാരുടെ ഒരു ഒരു വിരൽ സ്പർശം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്കിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതെല്ലാം അനിതര സാധാരണമായ അനുഗ്രഹ മുഹൂർത്തങ്ങളാണ്. അതിന് ഇവിടെ നിന്ന് ഞാൻ തൃശ്ശൂർക്കാർക്ക് നന്ദി പറയുന്നു. തൃശ്ശൂർക്കാർക്ക് അങ്ങനെ ഒരു മാനസികമായ തയ്യാറെടുപ്പിന് വേണ്ടി പ്രാർത്ഥിച്ച ലക്ഷക്കണക്കിന് മലയാളികൾ മാത്രമല്ല, ഭാരതീയരുണ്ട് ലോകമെമ്പാടും. അവർക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഹൗറ മെയിലിൻ്റെ എനിക്ക് തോന്നുന്നു ഞാൻ 82 മുതൽ ചെന്നൈയിൽ ചാൻസ് അന്വേഷിച്ച് നടക്കുന്ന കാലം മുതൽ ഈ ഹൗറ മെയിൽ അന്ന് മുതലുള്ള ഒരാവശ്യമാണ്. കാരണം ഏതാണ്ട് മധ്യഭാഗമാണ് കേരളത്തിൻ്റെ. തിരുവനന്തപുരം തുടങ്ങി കോയമ്പത്തൂർ വരെയും ഉള്ള ഒരു നീളമെടുത്താൽ തന്നെയും ഏതാണ്ട് മധ്യഭാഗമാണ്. എറണാകുളം ജംഗ്ഷൻ വിട്ട് അല്ലെങ്കിൽ നോർത്ത് വിട്ട് വളരെ തിരക്കേറിയ, വളരെ പ്രാധാന്യമുള്ള ഒരു സ്റ്റേഷനാണ് ആലുവ സ്റ്റേഷൻ. ഹൗറയ്ക്ക് കഴിഞ്ഞ 38, 39, 40 വർഷമായിട്ട് ശക്തമായ ഭാഷയിൽ ആവശ്യപ്പെട്ടിരുന്ന, പാർലമെന്റിൽ വരെ ഉന്നയിച്ചിരുന്ന, ഇത് കൊൽക്കത്തയിൽ നിന്ന് അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളിൽ നിന്ന് വരുന്ന, അന്നൊരു പക്ഷേ ഇത്രയും വലിയ ഒരു ജനസഞ്ചയം അത് ഉപയോഗിച്ചിരുന്നില്ല. ഇന്ന് നമുക്ക് ബംഗാളികൾ ഇല്ലെങ്കിൽ ഉണ്ണാൻ പറ്റില്ല എന്ന് പറയുന്ന അവസ്ഥയുള്ളത് കൊണ്ട് ആലുവ, പെരുമ്പാവൂർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കണ്ണികളായതുകൊണ്ട് അതിലേക്ക് വലിയൊരു സൗകര്യമാണ്, നമുക്ക് ചോറുണ്ണാനുള്ള സൗകര്യമാണ് ഹൗറ മെയിലിൻ്റെ ഒരു സ്റ്റോപ്പേജ് ആലുവയിൽ വരുന്നത് വഴി ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ആ സ്റ്റോപ്പോട് കൂടിയ ഈ വരുന്ന തിങ്കളാഴ്ച മുതലുള്ള ഹൗറ മെയിൽ ട്രെയിൻ നമ്പേഴ്സ് 22, 88, 7, 22, 8, 8, 8 ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ട്രെയിൻ ആലുവയിൽ വരുന്ന തിങ്കളാഴ്ച മുതൽ രാത്രി 10:40 അല്ലേ, 10:40 11 കൊൽക്കത്തയിൽ നിന്ന് വരുമ്പോൾ 11:48 2:08 രാത്രി തിരിച്ച് കൊൽക്കത്തയ്ക്ക് പോകും. ആലുവയിൽ നിർത്തപ്പെടുന്നതായിരിക്കും. ആ ഒരു രീതിയും കൂടി ഈ വേദിയിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിക്കുന്നു, തുടങ്ങി വെച്ചതായി അറിയിക്കുന്നു. ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, അതുപോലെ തന്നെ എന്നെയും എൻ്റെ ഉദ്യമങ്ങളെ. നന്ദി, നമസ്കാരം.